പന്തിപ്പോൾ റഷ്യയുടെ കോർട്ടിലാണ്. തീരുമാനം പുടിന്റേതും. റഷ്യ യുക്രൈൻ യുദ്ധം നീളണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് പുടിന്റെ തീരുമാനത്തിന് അനുസരിച്ചാണ്. യുക്രൈനെതിരായ ആക്രമണം അവസാനിപ്പിക്കുന്നതിന് മുൻകൈയെടുക്കുന്നത് യുഎസ് ആണ്. യുഎസിന് മുന്നിൽ ഡിമാൻഡുകളുടെ ഒരു ലിസ്റ്റ് റഷ്യ നിരത്തിയെന്നാണ് BBC റിപ്പോർട്ടിൽ പറയുന്നത്. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനും യുഎസുമായി നല്ല ബന്ധത്തിൽ മുന്നോട്ടു പോകാനുമാണ് റഷ്യ ഈ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചതെന്നാണ് BBC റിപ്പോർട്ടിൽ പറയുന്നത്. ലിസ്റ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വ്യക്തമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. യുക്രൈനുമായി യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ ചർച്ചയ്ക്ക് തയ്യാറാണോ എന്നും വ്യക്തമല്ല. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വാഷിംഗ്ടണിലെത്തി നടത്തിയ ചർച്ച ലോകം മുഴുവൻ കണ്ടതാണ്. അടിയും തിരിച്ചടിയുമായി ഇരുവരും മുന്നേറിയപ്പോൾ ട്രംപ് അന്നേ പറഞ്ഞിരുന്നു, മൂന്നാം ലോക മഹായുദ്ധം വെച്ചാണ് സെലൻസ്കി ചൂതാട്ടം നടത്തുന്നതെന്ന്. ഇപ്പോൾ ആ പ്രസ്താവന യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കാരണം റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാൻ ജിദ്ദയിൽ നടന്ന ചർച്ചയ്ക്കിടെയായിരുന്നു യുക്രൈൻ മോസ്കോയിൽ വമ്പൻ ആക്രമണം നടത്തിയത്. പ്രശ്നപരിഹാരത്തിന് നേരിയ സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇനി ആ സാധ്യതയും അടഞ്ഞിരിക്കുകയാണെന്നാണ് വിലയിരുത്തൽ. കാരണം റഷ്യയ്ക്ക് നാണക്കേടുണ്ടാക്കിയ മോസ്കോ ആക്രമണത്തിന് തിരിച്ചടിക്കാൻ പുടിൻ കടുത്ത തയ്യാറെടുപ്പ് നടത്തുകയാണെന്നാണ് വാർത്തകൾ. റഷ്യയുടെ ഭാഗത്തുനിന്ന് കടുത്ത പ്രതികരണമുണ്ടായാൽ അത് യുക്രൈനെ താങ്ങാൻ സാധിച്ചെന്ന് വരില്ല. ഇപ്പോൾ തന്നെ അമേരിക്കൻ ആയുധങ്ങൾ റഷ്യയ്ക്ക് നൽകുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. യുക്രൈന്റെ ആയുധപുര ഏകദേശം തീർന്ന മട്ടാണ്. ബ്രിട്ടനും ഫ്രാൻസുമൊക്കെയാണ് ഇനി യുക്രൈന്റെ പ്രതീക്ഷ. അവർ കൂടി നേരിട്ട് രംഗത്തിറങ്ങിയാൽ കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്നും ഉറപ്പായിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ പോരാട്ടം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ടുവെച്ച സമാധാന ശ്രമം അംഗീകരിക്കാത്തതിനാലാണ് ട്രംപ് ഈ പ്രസ്താവന നടത്തിയത്. ആണവശക്തികളായ ചില രാജ്യങ്ങൾ നിശബ്ദമായി ആണവായുധങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്നതും ഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റഷ്യയെ പരാജയപ്പെടുത്താനുള്ള ശേഷിയുണ്ട് എന്ന കാര്യമായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ മേധാവികൾ പരസ്യമായി ചർച്ച ചെയ്തത്. യൂറോപ്പ് ഒറ്റക്കെട്ടായി നിന്നാൽ റഷ്യക്കെതിരെ യുദ്ധമോ സാമ്പത്തിക യുദ്ധമോ ഒക്കെ ജയിക്കാം. കാരണം നമ്മൾ വളരെ കരുത്തുറ്റവരാണെന്നാണ് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോട് യൂറോപ്യൻ യൂണിയന്റെ സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ സംഭാഷണത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ലോകത്ത് ഏകദേശം 3900 ആണവ ബോംബുകൾ, പോർമുനയായ മിസൈലുകൾ ഉണ്ടെന്നാണ് കരുതുന്നത്. പക്ഷേ ലോകം മൊത്തത്തിൽ നശിപ്പിച്ചെടുക്കാൻ ഇത്രയും ബോംബുകളൊന്നും ഒരിക്കലും വേണ്ടിവരില്ല. ഏതെങ്കിലും ഒരു രാജ്യം മാത്രം 100 ആണവായുധങ്ങൾ പ്രയോഗിച്ചാൽ അതുണ്ടാക്കാൻ പോകുന്ന പാരിസ്ഥിതികാഘാതം മൂലം സ്വന്തം രാജ്യത്തെ പൗരന്മാരും കൊല്ലപ്പെടും. സ്വന്തം രാജ്യം നടത്തുന്ന ആണവാക്രമണത്തിന്റെ പ്രത്യാഘാതം മാത്രം മതി ആ രാജ്യത്തിന്റെ പൗരന്മാരെയും വകവരുത്താനെന്നും അതിനാൽ തന്നെ ശാന്തി നിലനിൽക്കുന്നതാണ് മനുഷ്യരാശിക്ക് നല്ലതെന്നുമുള്ള സന്ദേശമാണ് ഗവേഷകർ ഇപ്പോൾ നൽകുന്നത്. കഴിഞ്ഞ 40 വർഷത്തിനിടയ്ക്ക് ചൈന, പാകിസ്ഥാൻ, ഇന്ത്യ, ഇസ്രയേൽ, ഉത്തര കൊറിയ എന്നീ 5 രാജ്യങ്ങളാണ് തങ്ങളുടെ കൈവശമുള്ള ന്യൂക്ലിയർ വാർഹെഡുകളുടെ എണ്ണം 700 കടത്തിയിരിക്കുന്നതെന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനു പുറമെ യുദ്ധമെങ്ങാനും ഉണ്ടായാൽ തങ്ങളുടെ കരുത്ത് കാട്ടാനായി ആണവായുധങ്ങൾ ഉണ്ടാക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നതും ഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.